അദ്ധ്യായം 1. കരിമനയിലെ ചോരമണം. കാറ്റിൽ മരങ്ങളുരസുന്ന ശബ്ദം ആ കാടിന്റെ തേങ്ങൽ പോലെ തോന്നിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ ഏതോ ഒരു കോണിൽ പുറം ലോകത്തിന് അപരിചിതമായ കരിമന. ആ തറവാടിനു മുന്നിൽ രേഖ നിൽക്കുകയാണ്. ചുവരിൽ പടർന്ന കാട്ടുലതകൾ ആ മനയെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഗേറ്റിന് മുകളിൽ ആണിയടിച്ചു കയറ്റിയ ഒരു തലയോട്ടി അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. രേഖയുടെ കൈപ്പത്തിക്കുള്ളിൽ ചേച്ചി മാലതിയുടെ ഒരു പഴയ ഫോട്ടോ വിയർപ്പിൽ കുതിർന്നു കിടക്കുന്നു. മാലതിയെ കാണാതായ രാത്രിയിൽ അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആ ചെറിയ കുറിപ്പിലെ വിലാസം കരിമന ഭദ്രൻ എന്നത് മാത്രമായിരുന്നു. രേഖയുടെ കൈമുതൽ അവൾ പതുക്കെ ആ പടിപ്പുര കടന്നു. പെട്ടെന്ന് കാൽക്കീഴിൽ എന്തോ ഒന്നുടക്കി. നോക്കിയപ്പോൾ ചോരയിൽ കുതിർന്ന ഒരു ചുവന്ന ചരട്. അവൾ അറിയാതെ പിന്നോട്ടൊന്നു മാറി. ആ നിമിഷം ആ വലിയ തടിവാതിൽ ഒരു കരച്ചിലോടെ താഴെ തുറന്നു. അകത്തെ ഇരുട്ടിൽ നിന്ന് ഒരാൾ സാവധാനം നടന്നു വന്നു. കറുത്ത പട്ടുവസ്ത്രം ധരിച്ച, ചെമ്പിച്ച മുടിയും കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരാൾ. അവന്റെ ഓരോ ചുവടും തറവാടിന്റെ തറ വിറയ്ക്കുന്നത് പോലെ തോന്നി. അതായിരുന്നു ഭദ്രൻ, കരിമന ഭദ്രൻ. അവൻ അവളുടെ അടുത്തെത്തി. അവന്റെ ശരീരത്തിൽ നിന്നും വരുന്നത് ചന്ദനത്തിരിയുടെ ഗന്ധമല്ല, മറിച്ച് പച്ചമാംസം കരിഞ്ഞതുപോലുള്ളൊരു വല്ലാത്ത മണമായിരുന്നു. അയാൾ അവളോടായി പറഞ്ഞു, സ്ത്രീകൾ ഇവിടെ വരാറില്ല, പ്രത്യേകിച്ചും നിന്നെപ്പോലെ സുന്ദരിയായവർ. ഭദ്രൻ പറഞ്ഞു. അവന്റെ ശബ്ദം ഒരു മൂളിച്ച പോലെ അവളുടെ കാതുകളിൽ പതിച്ചു. അവന്റെ നോട്ടം അവളുടെ കഴുത്തിലെ ഞരമ്പുകളിലേക്കായിരുന്നു. ഒരു ഇരയെ നോക്കുന്ന വേട്ടക്കാരന്റെ നോട്ടം. അവൾ പറഞ്ഞു, എനിക്കൊരു ജോലി വേണം. എവിടെയും പോകാനില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. രേഖ തന്റെ ശബ്ദം വിറയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ഭദ്രൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വന്യതയുണ്ടായിരുന്നു. ജോലിയോ, അതോ മറ്റെന്തെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ശരി, നിൽക്കാം. ഈ മനയുടെ തെക്കേ മൂലയിൽ ഒരു രഹസ്യ മുറിയുണ്ട്. അവിടെ നിന്റെ നിഴൽ പോലും വീഴരുത്. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ നിന്റെ മുറിയുടെ വാതിൽ നീ ഉള്ളിൽ നിന്ന് പൂട്ടിക്കൊള്ളണം. പുറത്തു കാണാൻ പാടില്ലാത്ത പലതും ഇവിടെയുണ്ട്. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ രേഖയുടെ ഉള്ളിൽ ഒരു ഭയം മഞ്ഞുകട്ടയായി ഉറച്ചു. അവൾ പതുക്കെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് കാറ്റിലൂടെ ഒരു നിലവിളി ഒഴുകി വരുന്നത് പോലെ അവൾക്ക് തോന്നി. അത് അവളുടെ ചേച്ചിയുടെ ശബ്ദമാണോ? അവൾ തന്റെ ബാഗ് മുറിയിൽ വെച്ച് ജനല തുറന്നു. പുറത്ത് മരങ്ങൾക്കിടയിൽ ഒരു ഭീമാകാരമായ നിഴൽ രൂപം മിന്നി മറഞ്ഞതുപോലെ, മനുഷ്യനേക്കാൾ ഉയരമുള്ള നീണ്ട നഖങ്ങളുള്ള എന്തോ ഒന്ന്. രേഖ ഒന്ന് കണ്ണു തിരുമ്മി. വീണ്ടും നോക്കി. ഇല്ല, അതവിടൊന്നുമില്ല. പക്ഷേ മുറിയുടെ ചുവരിൽ പറ്റിപ്പിടിച്ച ഒരു ഉണങ്ങിയ രക്തക്കറ അവൾ ശ്രദ്ധിച്ചു. അതിനു താഴെ നഖം കൊണ്ട് കോറിയിട്ടിരിക്കുന്നു. രക്ഷപ്പെടൂ! രേഖയുടെ ശ്വാസം നിലച്ചു. അവൾ അവിടെ നിൽക്കുമ്പോൾ മുകളിലെ നിലയിൽ നിന്നും ഭദ്രന്റെ ഭ്രാന്തമായൊരു ചിരി അവൾ കേട്ടു. ആ ചിരിയിൽ അവൾക്കുള്ള മരണവാറണ്ട് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.